നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു യാത്രാ വിവരണമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. രാജൻ കാക്കനാടന്റെ ഹിമവാന്റെ മുകൾ തട്ടിൽ എന്നുള്ള ഒരു യാത്രാ വിവരണത്തിലെ ഏതാനും ഭാഗങ്ങൾ അല്ലെ. പീപ്പൽ കോട്ടയിലേക്കുള്ള യാത്രയിൽ എന്നുള്ള ഭാഗത്തെ അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്നുള്ള പാഠഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, അതിനു മുമ്പത്തെ ക്ലാസ്സിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ 2 ക്ലാസ്സുകളിലായിട്ട് ആ പാഠഭാഗം മുഴുവനായിട്ട് വായിക്കുകയും അതിന്റെ ആശയം മനസ്സിലാക്കുകയും നമ്മൾ ചെയ്തു അല്ലെ. അപ്പൊ ഇനി അതിന്റെ കുറച്ച് തുടർ പ്രവർത്തനങ്ങളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഒരു തുടർ പ്രവർത്തനം തന്നിട്ടുണ്ടായിരുന്നു, അതൊരുവിധം കൂട്ടുകാരൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നത്തെ ക്ലാസ്സിലും ഒരു തുടർ പ്രവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള തുടർ പ്രവർത്തനങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ തുടർ പ്രവർത്തനമായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം പറയാം എന്നുള്ളതാണ്. ഒരുപാട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ടീച്ചർ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം, എന്നിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ ചോദ്യം: യാത്രികൻ എത്തിച്ചേർന്ന ഗ്രാമം ഹിമാലയത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെ? എന്താണ് ചോദ്യം? യാത്രികൻ, അതായത് രാജൻ കാക്കനാടൻ എത്തിച്ചേർന്ന ഗ്രാമം ഹിമാലയത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെ? എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഏത് ഭാഗത്തായിരുന്നു അത് വരുന്നത്? അതിന്റെ ഫസ്റ്റ് ഭാഗത്ത് അല്ലേ, അളകനന്ദയുടെ വെള്ളാരങ്കല്ലുകൾ എന്ന പാഠഭാഗത്തിന്റെ ഫസ്റ്റ് ഭാഗത്തായിരുന്നു വരുന്നത് അല്ലെ. എന്താണ്? പൈന്മരക്കാടുകളിലൂടെ നടന്നെത്തിയത് വിശാലമായ ഒരു സമതലത്തിലാണ്. സമതലത്തിലെ ഒരു ഭാഗത്തിൽ കൂടി അളകനന്ദ സാമാന്യം വീതിയിൽ ഒഴുകുന്നു. അളകനന്ദ എന്ന് പറയുമ്പോ ടീച്ചർ ആദ്യമേ പറഞ്ഞു എന്താണ്, ഗംഗാ നദിയുടെ ഒരു ഉപശാഖയാണെന്ന് അല്ലെ. അതുപോലെ തന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്, ഓറഞ്ച് മരങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തുംഗമായിട്ടുള്ള പർവ്വത നിരകൾ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു പർവ്വത പ്രദേശമാണ് അവിടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പം ഹിമാലയം എന്താണ്, ഒരു പർവ്വതങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് അല്ലെ. അപ്പൊ ആ ഒരു 2 വരിയിൽ നിന്നിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്താണ്, അതിനുശേഷം അദ്ദേഹം ഒരു കുടിലെത്തുന്നു. അപ്പം ആ കുടിലിൽ നിന്നിട്ട് ഒരു മധ്യവയസ്കൻ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ബായി, എന്ത് വേണം നിങ്ങൾക്ക് എന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, പിപ്പിൽ കോട്ടയിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പം ഈ പിപ്പിൽ കോട്ട എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? അത് ഹിമാലയത്തിലാണ് അല്ലെ. അപ്പൊ ആ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം നമ്മൾക്ക്. അതുപോലെ തന്നെ അയാള് എന്നിട്ട് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. വെളിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അത് അവിടെ ഒരു പാലമുണ്ട്. അപ്പൊ എന്താണ്, അത് കയറി കഴിഞ്ഞാൽ ഒരു കയറ്റം കാണും. ആ കയറ്റം കയറിയാൽ നിങ്ങൾക്ക് പിപ്പിൽ കോട്ടയിലേക്കുള്ള മോട്ടോർ റോഡിൽ എത്തുമെന്ന് ഈ മധ്യവയസ്കൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എവിടെ പോകാനാണ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നു, ബദ്രിയിലേക്ക് പോവാനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അളകനന്ദ ഒഴുകുന്നു എന്ന് പറയുന്നു, പിപ്പിൽ കോട്ടയിലേക്ക് പോവാനാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ്, എനിക്ക് ബദ്രിയിൽ എത്തിച്ചേരാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഫസ്റ്റ് പാർട്ട് വായിക്കുന്നതോട് കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത് മനസ്സിലാക്കാം? ഹിമാലയത്തിലേക്കാണ് യാത്രക്കാരൻ പോകുന്നത് എന്ന് അല്ലെ. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി അപ്പൊ നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ട് വായിക്കുക. പേജ് നമ്പർ 8ഉം 9ഉം വായിച്ചിട്ട് അതിന്റെ ഉത്തരം ടീച്ചർ പറഞ്ഞു വന്ന പോലെ തന്നെ നോട്ട്ബുക്കിലേക്ക് പകർത്തുക. വീട്ടുകാർക്ക് അപരിചിതനായ യാത്രികൻ പിന്നീട് പരിചിതനായി മാറിയത് എങ്ങനെ? അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ബായി, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് യാത്രക്കാരനോട്. അപ്പൊ ആ യാത്രക്കാരൻ ഒരു അപരിചിതനാണ് അല്ലെ. ആ യാത്രക്കാരൻ പിന്നീട് വീട്ടുകാർക്ക് പരിചിതനായി മാറുന്നത് എങ്ങനെയാണ്? അത് ഏത് പാഠഭാഗത്തിന്റെ എവിടെയാണെന്ന് നോക്കൂ. അദ്ദേഹത്തോട് ആ മധ്യവയസ്കൻ എന്താ ചോദിക്കുന്നത്? എവിടേക്കാണ് പോകുന്നത് എന്ന് പറയുന്നത് ബദ്രിയിലേക്കാണെന്ന് പറയുന്നു. അപ്പൊ എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്ന് ചോദിക്കുമ്പോ അദ്ദേഹം എന്താ അതിന് ഉത്തരം പറയും? ഞാൻ ദില്ലിയിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ദില്ലിയിൽ എവിടെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് എന്നൊക്കെ മധ്യവയസ്കൻ ചോദിക്കുകയാണ്. കാരണം ദില്ലിയിലാണെന്ന് പറഞ്ഞപ്പോ ആ മധ്യവയസ്കൻ ഒരു ആകാംക്ഷ,
അപ്പൊ അദ്ദേഹം അതിനെ കുറിച്ച് കൂടുതൽ തിരക്കാണ്. ദില്ലിയിൽ എവിടെയാണ് ദില്ലിയിൽ താമസിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അതിനുള്ള ഉത്തരങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അല്ലേ. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണെന്നും താമസം കരോൾ ബാഗിലാണെന്നും പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ബാബു നിങ്ങൾ ഒരു നിമിഷം നിൽക്കണം, ഞാൻ ഇതാ വരുന്നു. ഇത്രയും പറഞ്ഞ് അയാൾ ധൃതിയിൽ ഉള്ളിലേക്ക് കയറിപ്പോയി. അയാൾ തിരികെ വന്നത് അകത്തു നിന്ന് ഒരു ബെഞ്ച് എടുത്തുകൊണ്ടാണ്. ബാബു ഇരിക്കണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയാൾ വീണ്ടും അകത്ത് പോയി. തെല്ലിട കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അയാളുടെ പക്കൽ ഒരു കത്തുണ്ടായിരുന്നു. അയാൾ അതെന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ബാബു ഇതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സ് നോക്കൂ, എന്റെ മകന്റെ കത്താണിത്. തെളിച്ചം കുറഞ്ഞ ബാൾപെൻ കൊണ്ട് വടിവില്ലാതെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന ഒരു കത്ത്. അതിന്റെ താഴെ വലുതായി വിക്രം സിംഗ് എന്നും അതോടൊപ്പം ഡൽഹിയിലെ ഒരു മേൽവിലാസവും എഴുതിയിരിക്കുന്നു. അപ്പൊ എന്താണ്, ഇയാളുടെ മകൻ എന്താണ് ഡൽഹിയിലാണ്. അപ്പം ഡൽഹിയിൽ ആണ് ഇയാളും യാത്രക്കാരനും എന്ന് അറിഞ്ഞപ്പോഴാണ് പിന്നെ പെട്ടെന്ന് അകത്തേക്ക് പോയിട്ട് പിന്നെ ഒരു ബെഞ്ച് എടുത്തുകൊണ്ട് വരികയും അതിനുശേഷം അദ്ദേഹത്തോട് ഇരിക്കാൻ പറയുകയും ധൃതിയിൽ അകത്തേക്ക് പോയിട്ട് പിന്നെ മകന്റെ കത്തുമായിട്ട് വരികയും ചെയ്തത് അല്ലേ. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇത് എന്റെ മകന്റെ കത്താണ്, എന്റെ മകൻ പോയിട്ട് എന്താണ് 1.5 കൊല്ലം കഴിഞ്ഞു, പിന്നെ ആദ്യം ഒരു കത്തേ വന്നുള്ളൂ, അതിനുശേഷം അവനെ കുറിച്ചിട്ട് ഒരു വിവരവുമില്ല. പിന്നീട് എന്താണ് 1-2 കത്ത് അദ്ദേഹം അങ്ങോട്ട് അയച്ചു, എന്നിട്ടൊരു മറുപടിയും ഇല്ല. പിന്നെ അപ്പൊ എന്താണ് അയാളുടെ ആവശ്യം, ഡൽഹിയിൽ ചെല്ലുമ്പോൾ ബാബു ദയവായിട്ട് അയാളെ കാണുകയും അയാളുടെ സുഖവിവരം അന്വേഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അതുവരെ ഒരു അപരിചിതനായ അദ്ദേഹത്തോട് ഡൽഹിയിലാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ മധ്യവയസ്കൻ ഇരിക്കാൻ പറയുകയും പിന്നെ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുകയും ഡൽഹിയിൽ പോകുമ്പോൾ എന്റെ മകനെ കാണണം എന്ന് പറയുകയും പിന്നീട് പിന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ അയാൾക്ക് ചായ കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിനോട് കൂടി തന്നെ അയാൾ അപരിചിതനായ അദ്ദേഹം എന്താണ് ഇയാൾക്ക് പരിചിതനായി മാറി. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം. മൂന്നാമത്തത്, മകനെ ദൂരെ ദില്ലി മഹാനഗരത്തിലേക്ക് അയക്കുമ്പോൾ ഗ്രാമീണനായ അച്ഛൻ മനസ്സിൽ കണ്ടത് എന്തെല്ലാമായിരുന്നു? എന്തുദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ അച്ഛൻ ആ മകനെ, ആ 14 വയസ്സുള്ള മകനെ ദില്ലിയിലേക്ക് അയച്ചത്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം? അത് നമ്മുടെ പേജ് നമ്പർ 10 പറയുന്നുണ്ട്. മകളുടെ വിവാഹപ്രായമാവുമ്പോഴേക്കും എന്തെങ്കിലും കരുതിയിരിക്കണം. ചെറുക്കൻ ഇവിടെ നിന്നാൽ വിശേഷമൊന്നുമില്ല. സേട്ടിന്റെ ഈ ഓറഞ്ച് തോട്ടങ്ങൾ നോക്കി നിന്നാൽ കഷ്ടിച്ചു 2 നേരം ഉണക്കറൊട്ടി തിന്നാം, അല്ലാതെ ഒരു പ്രയോജനവുമില്ല. അപ്പൊ എന്താണ് അവർക്ക് അദ്ദേഹത്തിനൊക്കെ പിന്നെ എന്താണ് ഈ സേട്ടിന്റെ, അദ്ദേഹം ജമീന്ദാർ എന്ന് വിളിക്കുന്ന ഈ സേട്ടിന്റെ പിന്നെ തോട്ടത്തിലെ ഓറഞ്ച് തോട്ടം നോക്കുന്ന ജോലിയാണ് അയാൾക്കും അയാളുടെ കുടുംബക്കാർക്കും ഒക്കെ ഉള്ളത്. അപ്പൊ അത് പിന്നെ ആ ജോലി തന്നെ നോക്കി കഴിഞ്ഞാൽ മകളെ കല്യാണം കഴിക്കാനുള്ള സമ്പാദ്യം ഒന്നും ഉണ്ടാവില്ല. അതിന് പകരം മകളെ പിന്നെ അന്നന്നത്തെ നിത്യേനയുള്ള റൊട്ടി കഴിക്കാന്നല്ലാതെ ഉണക്കറൊട്ടി കഴിക്കാന്നല്ലാണ്ട് വേറെ വരുമാനം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശൊക്കെ ഒരുക്കു കൂടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് ഈ മകനെ പറഞ്ഞയച്ചത്. അതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു. അവൾ വാചാലയായി. എന്തിനെ പറ്റിയാണ് ആ കുട്ടി വാചാലയായത്? ആ കുട്ടി അളകനന്ദയിൽ നിന്നിട്ട് പിന്നെ ഉരുളങ്കല്ലുകൾ പെറുക്കിക്കൊണ്ട് വന്നില്ലേ. അപ്പൊ അദ്ദേഹം എന്താ ചോദിക്കുന്നത്? നിനക്കിത് എവിടെ നിന്ന് കിട്ടി? ഞാൻ വെറുതെ ചോദിച്ചു. ഇതോ? അവൾ അളകനന്ദയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടെ ഉരുളൻകല്ലുകൾ ഇഷ്ടം പോലെയുണ്ട്. ബാബുജിക്ക് വേണോ? ഞാൻ പെറുക്കിക്കൊണ്ടുവരാം. ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു. അവൾ വാചാലയായി. പല നിറത്തിലുള്ളതുണ്ട് ബാബുജി. ചുവപ്പ്, പച്ച, നീല, അങ്ങനെ എന്തെല്ലാം നിറങ്ങൾ. അപ്പൊ എന്തിനെ കുറിച്ചിട്ടാണ് അവൾ കൂടുതൽ പറയാൻ തിടുക്കം കൂട്ടിയത്? അവൾ വാചാലയായത് ആ കല്ലുകളെ കുറിച്ച് പറയാനല്ലേ. നീല കല്ലുണ്ട്, പച്ച കല്ലുണ്ട്, ചുവപ്പ് കല്ലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്റെ പിന്നെ ഏട്ടൻ എന്താണ് ഇഷ്ടം? പറയുന്നത്? വെള്ള കല്ലുകളാണ് ഇഷ്ടം എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പൊ അളകനന്ദയുടെ തീരത്ത് പോയിട്ട് അവൾ പെറുക്കി കൊണ്ടുവന്ന ആ ഉരുളൻ കല്ലുകളെ കുറിച്ചാണ് അവൾ വാചാലയായത് അല്ലെ.
പിന്നെ അഞ്ചാമത്തെ ചോദ്യം, സിംലയെ യാത്രികൻ സമാധാനിപ്പിച്ചത് എങ്ങനെ? എങ്ങനെയാണ് സിംലയെ യാത്രികൻ സമാധാനിപ്പിച്ചത്? എന്താണ് പെട്ടെന്ന് അവൾ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു, എന്റെ വായിക്ക് വെള്ളക്കല്ലാണ് ഇഷ്ടം. അത് പറഞ്ഞു തീർന്നപ്പോൾ ആ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങുകയാണോ എന്ന് ഞാൻ സംശയിച്ചു. ഞാൻ ആ കല്ല് ശ്രദ്ധാപൂർവം കോട്ടിന്റെ അകത്തെ പോക്കറ്റിൽ നിക്ഷേപിച്ചിട്ട് പറഞ്ഞു, മുന്നി, നീ മിടുക്കിയാണ്. ദില്ലിയിൽ എത്തുമ്പോൾ ഞാൻ ഇത് വായിക്ക് തീർച്ചയായും കൊടുക്കാം. എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിച്ചത്? പിന്നെ അവള് ഓടി വന്നിട്ട് ഇദ്ദേഹം യാത്ര പറഞ്ഞ് പോവാൻ തിടുക്കം കൂട്ടുമ്പോൾ, അദ്ദേഹം പോകുമ്പോൾ അവള് ഓടി വന്നിട്ട് പിന്നിൽ നിന്ന് വിളിക്കുകയാണ് അല്ലെ. അപ്പൊ ആരാണെന്ന് വിചാരിച്ചിട്ട് അയാൾ തിരിഞ്ഞു നോക്കുമ്പോ അവളുടെ കമ്പിളി ഉടുപ്പിൽ നിന്നിട്ട് ഒരു പൊതി അയാൾക്ക് കൊടുക്കുന്നു. അപ്പൊ അയാൾ അത് തുറന്നു നോക്കുമ്പോ ഒരു ഉരുളൻ കല്ല് അല്ലെ. അപ്പൊ അത് അവള് അളകനന്ദയുടെ തീരത്ത് നിന്നിട്ട് പെറുക്കിയതാണ് അല്ലെ. അപ്പൊ ആ കല്ല് കൊടുക്കുമ്പോൾ അത് എന്റെ വായിക്ക് കൊടുക്കണം എന്ന് പറയുകയാണ് അല്ലെ. അപ്പം അത് പറഞ്ഞു തീർന്നപ്പോൾ എന്റെ വായിക്ക് വെള്ള കല്ലാണ് ഇഷ്ടം എന്ന് പറയുകയാണ് അവള്. അപ്പൊ അത് പറഞ്ഞു തീർന്നപ്പോൾ അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം ഇവളെ സമാധാനിപ്പിച്ചു, മുന്നി, നീ മിടുക്കിയാണ്, ഞാൻ ഇതെന്തായാലും ദില്ലിയിൽ എത്തുമ്പോൾ നിന്റെ വായിക്ക് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവളെ സമാധാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യം, എവിടെയോ ജോലി കിട്ടിയത്രേ, അതിനുശേഷം കത്തുകളൊന്നുമില്ല. അച്ഛന്റെ എന്തെല്ലാം ആശങ്കകളാണ് ഈ വാക്കുകളിൽ പ്രകടമാകുന്നത്? അമ്മയുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളായിരിക്കും ഉണ്ടാവുക? എന്തൊക്കെ ചിന്തകളായിരിക്കും? എവിടെയോ ജോലി കിട്ടി, ദില്ലി പോലൊരു മഹാനഗരത്തിൽ തന്റെ മകൻ ഒറ്റയ്ക്കാകുമോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും അല്ലെ, ഒരു പേടി ഉണ്ടാവും. അതുപോലെ ചെറിയ പയ്യനാണ് അവൻ അല്ലെ, 14 വയസ്സേ ഉള്ളൂ. അപ്പൊ അധികം പക്വതയില്ലാത്ത പ്രായമാണ് അല്ലെ. അതുപോലെ തന്നെ തന്റെ മകൻ സുരക്ഷിതനാകും അവിടെ എന്നുള്ള ഒരു പേടി ഉണ്ടാവും. തന്റെ മകന് ഇത്ര വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവൻ താമസിക്കുന്ന സ്ഥലത്തൊക്കെ അവൻ സുരക്ഷിതനാവുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, അവന്റെ താമസ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒരു പേടി ഉണ്ടാവും. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം എങ്ങനെയാണ്, തന്റെ മകനോട്, തന്റെ മകന്റെ ജോലി സ്ഥലത്ത് പിന്നെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്തയുണ്ടാവും. അതുപോലെ തന്നെ തന്റെ മകൻ എന്ത് ജോലിയാ ചെയ്യുന്നത് എന്നറിയാൻ ഉള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനോട് ഒരു പേടി ഉണ്ടായിരിക്കും, ഒരു ഭയം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പിന്നെ നമ്മുടെ മകൻ കിട്ടുന്ന പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. അതുപോലെ തന്നെ അവൻ നേരത്തിന് ഇവര് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അവനെ ഓർക്കുന്നുണ്ടായിരിക്കാം, അവൻ നേരത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ. അങ്ങനെ ഇത്രയും പിന്നെ അത്രയും ചെറിയൊരു കുട്ടിയാണ്, 14 വയസ്സ്. ആ പെൺകുട്ടിയുടെ നേരെ മൂത്തതാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ കഷ്ടപ്പാട് കൊണ്ട് അവനെ പറഞ്ഞു അയച്ചിട്ടുണ്ടെങ്കിലും അവനെ കുറിച്ച് കൂടുതൽ ആകുലതകൾ ഉണ്ടായിരിക്കും മാതാപിതാക്കൾക്ക്, അവന്റെ അച്ഛനും അമ്മയ്ക്കും. പിന്നെ ഈ പ്രായത്തിൽ അവനെ പറഞ്ഞയച്ചു, അവന് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവും, അവന്റെ താമസ സൗകര്യം ശരിയായിരിക്കോ, പിന്നെ അവൻ പൈസയൊക്കെ ശരിക്കും എടുത്തു വെക്കുന്നുണ്ടായിരിക്കോ, ഇവനെ ആരെങ്കിലും പറ്റിക്കുമോ, ഇവന്റെ ജോലി നല്ല പ്രയാസമുള്ളതായിരിക്കും. അങ്ങനെ ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടാകും. ഇനി അവസാനത്തെ ചോദ്യം, അളകനന്ദക്കരയിലെ ഓറഞ്ച് തോട്ടങ്ങളെ കുറിച്ച് ഗൃഹനാഥന്റെ വിശദീകരണം അവിടുത്തെ സാമൂഹിക വ്യവസ്ഥയെ പറ്റി എന്ത് ചിത്രമാണ് നൽകുന്നത്? എന്ത് ചിത്രമാണ് അവിടുത്തെ സാമൂഹിക വ്യവസ്ഥയെ പറ്റി നൽകുന്നത്? അളകനന്ദയുടെ ഇങ്ങേക്കരയിൽ ആ വിസ്താരമുള്ള സമതലത്തിലുള്ള ഓറഞ്ച് തോട്ടങ്ങൾ മുഴുവനും ശ്രീനഗറിലുള്ള മോഹൻലാൽ ഗൗർ എന്നൊരു ജമീന്ദാരുടെ വകയാണെന്ന് അയാൾ പറഞ്ഞു. വിളവെടുക്കാറാവുമ്പോൾ ജമീന്ദാരുടെ കണക്കപ്പിള്ളയും കൂലിക്കാരും വന്ന് ഉള്ളതെല്ലാം പറിച്ചു കൊണ്ടുപോകും. ആ ജമീന്ദാർക്ക് അളകനന്ദയുടെ തീരത്തിലെല്ലാം ഒട്ടനവധി തോട്ടങ്ങളുണ്ടെന്ന് അയാൾ പറഞ്ഞു. കൂടാതെ 20,000-ത്തിലധികം ചെമ്മരിയാടുകളുമുണ്ട്. തന്റെ പൂർവികരും അതേ ജമീന്ദാർ കുടുംബത്തിലെ ആശ്രിതരാണെന്നുവെന്നും അയാൾ പറഞ്ഞു. ആ ചെറു ഗ്രാമവും അതിനു ചുറ്റുമുള്ള ഫലഭൂയിഷ്ടമായ സമതല ഭൂമി മുഴുവനും മേൽപ്പറഞ്ഞ ജമീന്ദാർ കുടുംബത്തിൻ്റെതാണ്. ആ ഗ്രാമത്തിൽ പാർക്കുന്നവരെല്ലാം ജമീന്ദാരുടെ കുടിയാന്മാരാണെന്നും അയാളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. ഇതിനിടയിൽ അയാളുടെ ഭാര്യ ഒരു അലുമിനിയം ടംബ്ലറിൽ ആവി പറക്കുന്ന ചായ കൊണ്ടുവച്ചു. അപ്പൊ ഈ ഒരു പാഠഭാഗത്ത് എന്താണുള്ളത്? ആ ഒരു സാമൂഹിക വ്യവസ്ഥയെ പറ്റി, അവിടുത്തെ സാമൂഹിക വ്യവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അത്? ആ അളകനന്ദയുടെ തീരത്ത് ഒരുപാട് ഓറഞ്ച് തോട്ടങ്ങളുണ്ട്. അപ്പൊ ആ ഓറഞ്ച്
ഓറഞ്ച് തോട്ടങ്ങളിലെ പണിക്കാരാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരും. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ചെറു ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന, ചെറു കുടിലുകളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഈ ജമീന്ദാരുടെ ആശ്രിതരാണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ ജന്മി. അപ്പൊ ഇദ്ദേഹത്തിന് ഒരുപാട് ചെമ്മരി ആടുകളും ഒരുപാട് ഓറഞ്ച് തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ പണിയെടുത്തുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് എന്നാണ് അവിടുത്തെ സാമൂഹിക വ്യവസ്ഥയെ പറ്റി ഇതിൽ പറയുന്നത്. അവരുടെ സംസ്കാരം, അവരുടെ ജീവിത രീതി ഒക്കെ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇനി എന്താണ്? ബാബു, ഞങ്ങൾ സാധുക്കളാണ്, ക്ഷമിക്കണം, ചായക്ക് പാലില്ല. ഈ വാക്യത്തിൽ ആതിഥേയന്റെ എന്തെല്ലാം വികാരങ്ങളാണ് പ്രതിഫലിക്കുന്നത്? ഈ ഒരു വാക്യത്തിൽ ആതിഥേയന്റെ എന്തെല്ലാം വികാരങ്ങളാണ് പ്രതിഫലിക്കുന്നത്? അദ്ദേഹത്തിന് എന്താണ്? സാധുക്കളാണ്, ക്ഷമിക്കണം, ചായക്ക് പാലില്ല. അദ്ദേഹം എന്താണ് പറയുന്നത്? ബാബു ക്ഷമിക്കണം, ചായക്ക് പാലില്ല, ഞങ്ങൾക്ക് സാധുക്കളാണ് എന്ന്. അപ്പൊ എന്താണ്? പിന്നെ അദ്ദേഹത്തിന് ആ ചായ കൊടുക്കാൻ, കട്ടൻ ചായ കൊടുക്കാൻ കുറച്ച് മടിയുണ്ട് അല്ലെ? അപ്പം അവരുടെ ദാരിദ്ര്യത്തെയാണ് അത് കാണിക്കുന്നത് അല്ലെ? അപ്പൊ കട്ടൻ ചായ മാത്രം കുടിച്ചിട്ട്, കട്ടൻ ചായയാണ് അവർ കുടിക്കുന്നത്. അപ്പം എന്താണ്? അത്ര സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബമല്ല, ദാരിദ്ര്യത്തിലാണ് അവര് എന്നുള്ളത് ഈ വരികളിലൂടെ തന്നെ പിന്നെ മനസ്സിലാക്കാം. അപ്പൊ എന്താണ്? അത് പറയാൻ തന്നെ അദ്ദേഹത്തിനോട് ഒരു അതിഥി വീട്ടിൽ വന്നിരിക്കുമ്പോ ഈ ആതിഥേയന് കുറച്ച് എന്താ പറയാ, ഒരു മടിയുണ്ട് ഇത് പറയാന്. ബാബു, നിങ്ങൾക്ക് ഇത് പറ്റുമോ? ഇത് തന്നു കഴിഞ്ഞാൽ അങ്ങനെ അത്രയും ഒരു എന്താ പറയാ, അത്രയും ഒരു ക്ഷമിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം തന്നെയാണ് ഈ ഒരു വികാരത്തിൽ, അദ്ദേഹത്തിന്റെ ഈ ഒരു വികാരത്തിൽ നിന്നിട്ട് നമുക്ക് പിന്നെ എടുത്തു കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഫലിച്ച് കാണിക്കുന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ അടുത്തത് സങ്കല്പിച്ചെഴുതാം എന്നുള്ള ഒരു ഹോംവർക്കാണ്. അത് ഞാൻ വായിക്കാം. അപ്പൊ ഇത്രയും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ. അടുത്ത ഹോംവർക്ക് സങ്കല്പിച്ചെഴുതാം. ഈ തുടർ പ്രവർത്തനം കൂടെ നിങ്ങൾ എഴുതി വെക്കുക. ബാബു, എന്റെ മകന്റെ കത്താണിത്. ദില്ലിയിലേക്ക് പോയ മകൻ അച്ഛന് എഴുതിയ ആ കത്തിന്റെ ഉള്ളടക്കം എന്തായിരിക്കും? അപ്പൊ അദ്ദേഹം അകത്തേക്ക് പോയിട്ട് കത്ത്, ഒരു അഡ്രസ്സൊക്കെ എഴുതിയവര് കത്ത് പിന്നെ എന്താണ് ഈ ബാബുവിനെ കാണിച്ചു അല്ലെ? ഈ യാത്രക്കാരനെ കാണിച്ചു. അപ്പൊ ഈ ഒരു കത്തിൽ എന്തെല്ലാമായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക? എന്താണ്? മകൻ അച്ഛന് എഴുതിയ ആ കത്തിന്റെ ഉള്ളടക്കം എന്തായിരിക്കും? അപ്പൊ ഈ ഒരു കത്തിന്റെ ഉള്ളടക്കം എന്തായിരിക്കും? എന്താണ്? ഈ അച്ഛന്റെ സുഖവിവരണം, പിന്നെ കുടുംബത്തിന്റെ സുഖവിവരങ്ങള് എന്താണ് കത്തില് അന്വേഷിച്ചിട്ടുണ്ടായിരിക്കാം. അദ്ദേഹത്തിന് മകൻ അവിടെ സുഖമാണോ എന്നുള്ളത്, മകന്റെ സുഖവിവരങ്ങളും ഇവരോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെന്താണ്? അവന്റെ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും, അവന്റെ ജോലി എന്താണ്, ജോലി എവിടെയാണ് എന്നൊന്നും അവൻ പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന്, അവൻ ഡൽഹിയിൽ എവിടെയാണ് അവൻ എന്നുള്ളത് എന്താണ് അപ്പോഴും ഈ മധ്യവയസ്കൻ അറിയില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മകനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ കൂടുതലായിട്ടും മകന്റെ ആശങ്കകളായിരിക്കും ആ കത്തിലുണ്ടായിരിക്കുക. ചിലപ്പോൾ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ അറിവ് വെച്ചിട്ട് മിക്കവാറും മകന് ജോലി കിട്ടുന്നതിന് മുന്നേ മകൻ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ മകന് ജോലി കിട്ടുന്നതിന് മുമ്പേ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് അയച്ച കത്തായിരിക്കാനാണ് സാധ്യത. അപ്പം അവിടെ ചെന്ന് ഇറങ്ങിയതിനു ശേഷം ഇദ്ദേഹത്തിന് ഈ ഹിമാലയത്തിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു നഗരമാണ് ഡൽഹി. അപ്പം ആ ഡൽഹിയിലെ പ്രത്യേകതകൾ, അതായത് അനുഭവങ്ങൾ, അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം അവിടുത്തെ ആൾക്കാര്, അവിടുത്തെ പിന്നെ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ നിന്നും പല വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് അവന്റെ ആ ഒരു അനുഭവത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവന്റെ ജോലിയെ കുറിച്ചിട്ട്, ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് ജോലിയാ കിട്ടുക എന്നറിയില്ല, അതുപോലെയൊക്കെ ഒരു ജോലി നോക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇനി ഭാവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കത്തായിരിക്കാനാണ് സാധ്യത. പിന്നെ അടുത്ത ചോദ്യം, വെള്ളക്കല്ലിന്റെ കടലാസ് പൊതി യാത്രക്കാരന് കൊടുക്കുമ്പോൾ എന്തെല്ലാമായിരിക്കാം ആ കുഞ്ഞു മനസ്സ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? എന്താണ്? വെള്ളക്കല്ലിന്റെ ആ കടലാസ് പൊതി യാത്രക്കാരന് എന്താണ് അവള് കൊടുത്തയച്ചു ഇല്ലേ? അപ്പൊ എന്തെല്ലാമായിരിക്കാം ആ കുഞ്ഞു മനസ്സ്
ചേട്ടനോട് പറഞ്ഞിരിക്കുക. അപ്പൊ ആ കല്ലിന്റെ കടലാസ് പൊതി അവൾ കൊടുക്കുമ്പോ തന്നെ അവളുടെ ആ ഒരു മനസ്സ്, അവളുടെ ഒരു സ്നേഹം ഒക്കെ കൂടിയാണ് ആ ഉരുളൻകല്ലിൽ അവൾ കൊടുത്തയക്കുന്നത് അല്ലെ. അപ്പൊ അവൾക്ക് അവിടെ പോവാനോ ചേട്ടനെ കാണാനോ ഒന്നും കഴിയില്ല. അപ്പൊ അവളുടെ ആ ഒരു സ്നേഹം, വിശ്വാസം, ആ ചേട്ടനോടുള്ള വിശ്വാസം, അതുകൊണ്ട് തന്നെ പിന്നെ ചേട്ടനോടുള്ള പ്രതീക്ഷ, അതുപോലെ തന്നെ പിന്നെ എന്താണ് അവളുടെ മനസ്സ് എല്ലാം കൂട്ടി ഒരു സ്നേഹമാക്കിയിട്ടാണ് എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുക, ആ വെള്ളക്കല്ല് കൊടുത്തിട്ടുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ അവളുടെ മനസ്സിലുണ്ട് ഇതെന്റെ ഏട്ടന്റെ അടുത്ത് പിന്നെ എത്തുമല്ലോ ചേട്ടാ. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കുമ്പോ ചേട്ടാ ഞാൻ പിന്നെ ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ള വെള്ളക്കല്ല് അല്ലെങ്കിൽ ഉരുളൻ കല്ല് ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, ഇത് ചേട്ടൻ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒരുപാട് സന്തോഷത്തോടെ ആയിരിക്കും അവളത് കൊടുത്തിട്ടുണ്ടാവുക അല്ലെ. അപ്പം ഇത് ചേട്ടന് വട്ട് കളിക്കാനാണ്, ഇതുകൊണ്ട് ചേട്ടൻ വട്ട് കളിക്കണം, ഇത് എടുത്തു വെക്കണം, ഇത് ഈ പിന്നെ പെങ്ങളുടെ സ്നേഹ സമ്മാനമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവള് മനസ്സിൽ ഓർത്തിട്ടുണ്ടായിരിക്കാം. അടുത്തത് സിംലയെ അടുത്തത് നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. സിംലയെ പരിചയപ്പെട്ട ആ രാത്രി യാത്രക്കാരൻ തന്റെ ഡയറി കുറിപ്പിൽ എന്തെല്ലാം ആയിരിക്കും കുറിച്ചിട്ടുണ്ടാവുക. അത് ടീച്ചർ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ സങ്കല്പിച്ച് എഴുതാം എന്നുള്ളതിലാണ്. അത് എഴുതാത്ത കുട്ടികൾ എഴുതി വെക്കാം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇത്രയും ഈ സങ്കല്പിച്ച് എഴുതാം എന്നുള്ളത്, ഇത്രയും ഈ 3 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾ എഴുതുക കേട്ടോ. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള തുടർ പ്രവർത്തനം എഴുതി അവതരിപ്പിക്കുക. നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന കണ്ണുകൾ ചുവന്ന് കലങ്ങുന്നത് ഞാൻ കണ്ടു. വാക്യം വിശകലനം ചെയ്ത് പ്രയോഗ ഭംഗി കണ്ടെത്തുക. അതെവിടെയാണ് ആ വാക്യം പറയുന്നത്? ഇതിന്റെ അവസാന ഭാഗത്ത് അല്ലേ. പിന്നെ അദ്ദേഹം പോവുകയാണെന്ന് പറയുമ്പോൾ ആ കുട്ടി ഉരുളൻകല്ല് കൊടുക്കുന്നു. എന്നിട്ട് അത് വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് നീ മിടുക്കിയാണ് മുന്നി, ഞാൻ നിന്റെ ബാക്കി ഇത് തീർച്ചയായും കൊടുത്തോളാം എന്ന്. അതുവരെ അവൾ സന്തോഷവതിയായിരുന്നു. അപ്പം അദ്ദേഹം അത് കയ്യിൽ നിന്നിട്ട് വാങ്ങിയിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ എന്താണ്, നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്നിരുന്ന അവളുടെ കണ്ണുകൾ എന്തായി, ചുവന്ന് കലങ്ങുന്നത് അദ്ദേഹം കണ്ടു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ നക്ഷത്രം പോലെ ജ്വലിച്ചു നിൽക്കുന്ന കണ്ണുകൾ എന്ന് പറയുന്നത്? ആ ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശ, അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശ നിറഞ്ഞ ഒരു സങ്കല്പങ്ങൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, പ്രത്യാശകൾ ഒക്കെ ഈ കുട്ടിയുടെ സങ്കല്പത്തിലുണ്ട്. അതാണ് അവളുടെ കണ്ണുകൾ ജ്വലിച്ചു നിൽക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, അത്ര നേരം ആ കണ്ണുകൾ ജ്വലിച്ചു നിന്നു എന്ന് പറഞ്ഞാല് എന്താണ്, ആ ബായി അവളുടെ എന്താ പറയാ ചേട്ടനെ കാണും, ഈ ബാബു അവളുടെ ചേട്ടനെ കാണും എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ആ സന്തോഷം നിറഞ്ഞ കണ്ണുകൾ എന്നാണ് നക്ഷത്രം പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ എന്നതിനോട് ഇവിടെ താരതമ്യം ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രയും സന്തോഷവതിയായ ആ കുട്ടി. കാരണം എന്താണ്, അവൾ എന്തായാലും ഈ ഉരുളൻകല്ല് ഈ ബാബു അവളുടെ ബായിക്ക് കൊണ്ട് കൊടുക്കും എന്നുള്ള ഒരു അറിവ്, അല്ലെങ്കിൽ ഒന്നുള്ള ഒരു വിശ്വാസം എന്താണ് അവൾക്കുണ്ട്. അപ്പൊ പെട്ടെന്ന് അവള് പിന്നെ ഭയങ്കര സന്തോഷവതിയായിരുന്നു. അപ്പോൾ അവളുടെ കണ്ണുകൾ എന്താണ്, നക്ഷത്രം പോലെ ജ്വലിച്ചു. പിന്നീട് ആ പിന്നെ കല്ല് വാങ്ങിയിട്ട് ബായി പോകുമ്പോ അവളുടെ മനസ്സിൽ ചെറിയൊരു ആശങ്കയുണ്ട്. അദ്ദേഹം ദില്ലിയിലേക്ക് തിരിച്ചു പോകുമോ, അതുപോലെ തന്നെ ഇത് തന്റെ ബായിക്ക് കൊടുക്കുമോ. പിന്നെ ബായിയെ കുറിച്ചുള്ള ഓർമ്മകളും അവൾക്ക് വന്നു. എന്റെ പിന്നെ ബായിക്ക് വെള്ളക്കല്ലാണ് ഇഷ്ടം എന്ന് അവൾ പറയുന്നുണ്ട്. അതോടെ കൂടെ തന്നെ അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പൊ എന്താ ഈ അത്ര നേരം സന്തോഷവതിയായി ബായിക്ക് ഇത് കൊടുക്കും എന്ന് വിചാരിച്ച അവൾക്ക് പെട്ടെന്ന് തന്റെ ബായിയെ ഓർമ്മ വന്ന്. അതുപോലെ തന്നെ ബാബു തിരിച്ചു പോയപ്പോൾ ഈ കല്ല് അദ്ദേഹം അവനെ ഏൽപ്പിക്കുമോ, തന്റെ ബായിയെ കാണുമോ എന്നുള്ള ഒരു എന്താ പറയാ ഇത് അവളുടെ മനസ്സിൽ വന്നു. അപ്പം ഇതൊക്കെ കൂടിയപ്പോ എന്താണ്, അവൾക്ക് സങ്കടം വന്നു, അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. അപ്പൊ നക്ഷത്രം പോലെ അത്ര നേരം ജ്വലിച്ചു നിന്നിരുന്ന കണ്ണ് എന്താണ്, അവളുടെ ആ ഒരു ആശങ്ക കൊണ്ടും പിന്നെ തന്റെ മായിയെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടും നിറഞ്ഞൊഴുകി എന്നാണ് പറയുന്നത്. അത്രയും അത് വിശദീകരിച്ച് എഴുതുക. അടുത്തത് യാത്രകൾ ജീവിതം തന്നെ. യാത്രാനുഭവങ്ങൾ ജീവിതത്തിലെ കാണാപ്പുറങ്ങൾ നമ്മെ കാണിക്കുന്നു. ആനന്ദവും നൊമ്പരവും നാം അറിയുന്നു. യാത്രാക്കുറിപ്പ് വിശകലനം ചെയ്ത് അഭിപ്രായം എഴുതൂ.
ഒന്നുകൂടെ വായിക്കാം. യാത്രകൾ ജീവിതം തന്നെ, യാത്രാനുഭവങ്ങൾ ജീവിതത്തിലെ കാണാപ്പുറങ്ങൾ നമ്മെ കാണിക്കുന്നു. ആ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ. ആനന്ദവും നൊമ്പരവും നാം അറിയുന്നു. എന്താണ്? യാത്രകൾ ഒരു ജീവിതം തന്നെയാണ് അല്ലെ. യാത്രാനുഭവങ്ങൾ ജീവിതത്തിലെ കാണാപ്പുറങ്ങൾ നമ്മെ കാണിക്കുന്നു. എന്താണ് യാത്രാനുഭവങ്ങൾ? ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് അല്ലെ. നമ്മൾക്ക് ഇപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു യാത്ര, നമ്മൾ പോകുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഊട്ടിയിൽ പോകുന്ന അതേ ഒരു അനുഭവമായിരിക്കുമോ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ? ഇപ്പൊ ഹിമാലയം എടുക്കാം. നമ്മൾ ഊട്ടിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പൊ ഊട്ടിയിൽ കാണുന്ന കാഴ്ചകളും ഊട്ടിയുടെ ആ ഒരു സംസ്കാരവും വേറെയാണ്. അപ്പൊ അതേ ഒരു കാഴ്ചയാവുമോ നമ്മൾ ഹിമാലയത്തിലേക്ക് പോകുവാണെങ്കിൽ ഉണ്ടാവുക? അല്ല അല്ലേ. അപ്പൊ ഓരോ യാത്രകളും നമുക്ക് ഓരോ ജീവിതാനുഭവം തരുന്നു. അതുപോലെ തന്നെ ഒരു യാത്രാനുഭവം അല്ലെ ജീവിതത്തിലെ കാണാപ്പുറങ്ങൾ നമ്മെ കാണിക്കുന്നു എന്ന് പറയുന്നു. ആനന്ദവും നൊമ്പരവും നാം അറിയുന്നു അല്ലെ. അപ്പൊ നമ്മൾ അവിടെ ഒരുപാട് സന്തോഷമുള്ള കാഴ്ചകൾ കാണുന്നു അല്ലെ. നമ്മളിപ്പോ പല സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ വളരെ സന്തോഷമുള്ള കാഴ്ചകൾ കാണുന്നു. എന്താണ് സന്തോഷമുള്ള കാഴ്ചകൾ? നമ്മൾ ബീച്ചിൽ പോകുന്നു, പാർക്കിൽ പോകുന്നു, ഒരുപാട് പുഴകൾ കാണുന്നു, നദികൾ കാണുന്നു, പർവ്വതങ്ങൾ കാണുന്നു. അങ്ങനെ ഒരുപാട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല സന്തോഷമുള്ള കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ പല കാഴ്ചകളും കാണുന്നു. അതുപോലെ തന്നെ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നു. നമ്മൾ ചില സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് എന്താണ് ചെറിയ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ പൂ വിൽക്കുന്നത് കാണുന്നു. വിൽപ്പനക്കാരായിട്ടുള്ള ചെറിയ കുട്ടികൾ കാണുന്നു. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഭക്ഷണത്തിന് പോലും ഇതില്ലാണ്ട് നാടോടികളായിട്ട് നടക്കുന്നത് കാണുന്നു. അങ്ങനെ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. ഇത് തന്നെയല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ദുഃഖമുള്ള കാഴ്ചകളും നമ്മൾ കാണുന്നു, സന്തോഷമുള്ള കാഴ്ചകളും നമ്മൾ കാണുന്നു. ചില സമയത്ത് എന്താ പറയാ, നമ്മൾ യാത്ര പോകുമ്പോൾ മഴക്കാലത്തുള്ള യാത്ര പോകുമ്പോൾ നിറഞ്ഞൊഴുകിയിരിക്കുന്ന നദികളൊക്കെ വേനൽക്കാലത്ത് അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വറ്റി വരണ്ട പോലെ കാണുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് സങ്കടം വരുന്നു അല്ലെ. അപ്പൊ അതുപോലെ പല സംഭവങ്ങളും നമ്മളൊരു യാത്രയിൽ ഒരു ജീവിതാനുഭവം തന്നെയാണ് നമുക്ക് ഓരോ യാത്രകളും. അതിൽ സന്തോഷമുള്ളതും ദുഃഖമുള്ളതും ആനന്ദമുള്ളതും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഒന്നിനോടൊന്ന് ഉപമിക്കാൻ പറ്റുന്ന അത്രയും കാഴ്ച നമ്മൾ കാണുന്നു അല്ലെ. ഒരുപാട് യാത്രകൾ നമ്മളെ സ്വാധീനിക്കുന്നു അല്ലെ. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണങ്ങൾ നമ്മളെ സ്വാധീനിക്കാറില്ലേ. ഇപ്പൊ നമ്മൾ മലപ്പുറത്ത് കഴിക്കുന്ന അതുപോലെയുള്ള ഭക്ഷണങ്ങളല്ല നമ്മൾ കുറച്ചും കൂടെ കണ്ണൂര്, കാസർഗോഡ് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഭക്ഷണത്തിലെ രുചിയിലൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ പാലക്കാട്, തൃശ്ശൂർ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഭക്ഷണത്തിന്റെ രുചിയിലേക്ക് മറ്റൊരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. അവരുടെ വസ്ത്രധാരണ രീതികൾ മാറും. ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ കുറെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഒക്കെ അവരുടെ വസ്ത്രധാരണ രീതികൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും അല്ലെ. അങ്ങനെ പല വ്യത്യാസങ്ങളും കാണാം. വസ്ത്രം, ഭക്ഷണം, അവിടുത്തെ കാഴ്ചകൾ ഇവിടെ കാണുന്ന അതുപോലുള്ള കാഴ്ചകളായില്ല. ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ തെങ്ങിൻ തോപ്പുകൾ കാണും, കഴുങ്ങും തോപ്പുകൾ കാണും, നെൽവയലുകൾ കാണും. ഇതുപോലെയാണോ ഹിമാലയത്തിലൂടെ നടക്കുമ്പോൾ അതിന് പകരം ഓറഞ്ച് തോട്ടങ്ങളും ഒക്കെയാണ് കാണുന്നത് അല്ലെ. ആപ്പിൾ തോട്ടങ്ങളും ഓറഞ്ച് തോട്ടങ്ങളും ഒക്കെ കാണുന്നു. അപ്പൊ ഓരോ നാട്ടിലേക്ക് പോകുമ്പോഴും അവിടുത്തെ ഭക്ഷണ രീതി, അവിടുത്തെ വസ്ത്രധാരണം, അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ രീതി, അങ്ങനെ പല കാര്യങ്ങളും വ്യത്യാസമാണ് അല്ലെ. അപ്പൊ അത് തന്നെ എന്ന് പറഞ്ഞാല് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുമ്പോൾ അവരുടെ സംസ്കാരം തന്നെ വ്യത്യാസമാണെന്ന് പറയാം അല്ലെ. ഓരോ സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, നമ്മുടെ സംസ്ഥാനത്തെ അതേ ഒരു സംസ്കാരമാവില്ല മറ്റൊരു സംസ്ഥാനത്ത് അല്ലെ. അവര് സംസാരിക്കുന്ന ഭാഷ നമുക്ക് പറയാം. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു യാത്രാക്കുറിപ്പ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ അഭിപ്രായം നമ്മൾ എഴുതേണ്ടത്. ടീച്ചർ പറഞ്ഞു തന്ന ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇനി അവസാനത്തെ ഒരു തുടർ പ്രവർത്തനം കൂടിയുണ്ട്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. ഇത് വളരെ എളുപ്പമുള്ളതാണ്. ഒരു കഥയിലേക്ക് എന്നാണ് ഹെഡിങ്. യാത്രികൻ വന്നുപോയ അന്ന് രാത്രി ആ വീട്ടുകാർ, അതായത് സിംല, അച്ഛൻ, അമ്മ, ഇത്രയും പേര് എന്തെല്ലാം കിനാവുകൾ കണ്ടിരിക്കും? കഥയായി വികസിപ്പിച്ച് എഴുതൂ.
എന്താണ് യാത്രികൻ വന്നു പോയ ആ രാത്രി ഇവര് കണ്ട കനവ് എന്തായിരിക്കും? എന്തൊക്കെയായിരിക്കും? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് പിന്നെ ഈ ബായി മകന്റെ അടുത്ത് പോകുമായിരിക്കും. ആ മകന്റെ എന്താ പറയാ അടുത്ത് പോകുന്നതും അതുപോലെ തന്നെ മകനെ ആ കത്ത് ഏൽപ്പിക്കുന്നതും ഒക്കെ അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ടാവാം. എന്നിട്ട് ആ കത്ത് വായിച്ചിട്ട് മകൻ തിരിച്ചു വരുന്നതും, പിന്നെ സിംല എന്ത് കണ്ടിട്ടുണ്ടാവാം? തന്റെ ആ ഉരുളൻകല്ല് ബായിക്ക് കൊടുക്കുന്നതും അതുകൊണ്ട് ബായി വട്ട് കളിക്കുന്നതും ഒരുപാട് പണം സമ്പാദിച്ചുകൊണ്ട് മകൻ തിരിച്ചു വരുന്നതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഈ എന്താണ് കഥയിൽ ഉൾപ്പെടുത്താം. മകൻ എപ്പോഴെവിടെയാണ്, മകന്റെ അവിടുത്തെ ജീവിത രീതികൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കഥയാക്കിയിട്ട് ഇത് എഴുതുക. അപ്പൊ ഇത്രയും തുടർപ്രവർത്തനങ്ങളാണുള്ളത്. ടീച്ചർ എല്ലാത്തിന്റെ ആൻസർ ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് വൃത്തിയിൽ ഈ പാഠഭാഗത്തിന്റെ പേരെഴുതിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടാവേണ്ടതാണ്. എല്ലാവരും ടീച്ചർക്ക് അയച്ചു തരികയും വേണം നോട്ട് എഴുതിയിട്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. നന്ദി.